യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. ഇതെല്ലാം പ്രശ്നമുണ്ടാക്കിയത് മോശയാണെന്ന് അവർ പറയുന്നത്. മോശയും അഹരോനും വിരോധമായിട്ട് അവരെ പിറുപിറുത്തു. 14-ാം അധ്യായത്തിൽ എന്നിട്ട് പറയാം, ഞങ്ങൾക്ക് മരുഭൂമി വെച്ച് മരിച്ചാൽ മതിയായിരുന്നു, ഇത്രയും പ്രശ്നമില്ലായിരുന്നു. നിങ്ങൾ വായിക്കുക, സമയമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനത്തെ ഒരവസ്ഥ, വല്ലാത്ത ഒരവസ്ഥ. അതുകൊണ്ട് അവർ പറയാ, നമ്മളൊരു കാര്യം ചെയ്യും, ഇനി മോശ അഹരോനൊന്നും വേണ്ട, വേറെ നമുക്ക് ഒരു തലവനെ നിശ്ചയിച്ച് 4-ാമത്തെ വാക്യത്തിൽ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകാമെന്ന്, ഇങ്ങോട്ട് വന്ന സ്ഥലത്തേക്ക് മടങ്ങിപ്പോകാമെന്ന്. ചിലർ മടങ്ങിപ്പോകുന്നുമുണ്ട്, ഇല്ലേ? അങ്ങനത്തെ പല പാർട്ടികളും നമ്മുടെ ഇടയ്ക്കുണ്ട്. എന്നിട്ട് പറയും, ഇത്രയും നാള് ഞാൻ അതെല്ലാം കളഞ്ഞത് വലിയൊരു അബദ്ധമായി പോയി, ഞാൻ മടങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞ് കത്തോലിക്കിലേക്കും ഓർത്തഡോക്സിലേക്കും ഒക്കെ മടങ്ങിപ്പോയ പാർട്ടികളുണ്ട്, മടങ്ങിപ്പോയവർ. ഇനി വന്ന ഹിന്ദു മാർഗത്തിലേക്ക് പോയവരും ഉണ്ട്, മടങ്ങിപ്പോയവർ. കാര്യം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അങ്ങോട്ട് പോകുന്നത് നല്ലത് എന്ന് പറയുന്നവരായ ആളുകൾ. നാം ഒരു തലവനെ നിശ്ചയിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോവുക എന്ന് പറഞ്ഞു. മോശയും അഹരോനും കവിണ്ണു വീണെന്ന് എഴുതിയിരിക്കുന്നത്, അവരുടെ മുമ്പാകെ കവിണ്ണു വീണു. എന്നാൽ ദേശത്തെ ഉറ്റുനോക്കിയവരിൽ നൂൻ്റെ മകൻ യോശുവയും യെഫുന്നയുടെ മകൻ കാലേബും വസ്ത്രം കീറി ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയിലും പറഞ്ഞത്, ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് അത് നമുക്ക് തരും. യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രമരുത്, ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടുകയും അരുത്. അവർ നമുക്കിടയാകുന്നു, അവരുടെ ശരണം പോയിരിക്കുന്നു. നമ്മോടുകൂടെ യഹോവയുള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. നമ്മൾ ശക്തന്മാരൊന്നും ആയിരിക്കത്തില്ല, അനാക്യമല്ലന്മാരുണ്ട്, പക്ഷേ അവരുടെ കൂടെ യഹോവയില്ല, നമ്മുടെ കൂടെ യഹോവയുണ്ട്. ഹല്ലേലൂയ. ജനം എന്നെ പറഞ്ഞതറിയോ? ഇവന്മാരെ കല്ലെറിയണമെന്ന്. പ്രിയമുള്ളവരെ, സത്യത്തിന് വേണ്ടി നിലകൊണ്ടാൽ ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുകയുള്ളൂ. എന്നാലും നമ്മൾ വ്യത്യസ്തരായിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വ്യത്യസ്തരായിരിക്കണം. ഇവിടെ നമ്മൾ വീണ്ടും കാണുന്നത്, അവർ സെറ്റിൽ ചെയ്തപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ആ നാട്ടുകാരെ നിങ്ങൾ നിർമൂലമാക്കണം എന്ന് പറഞ്ഞു. അവരെ വെച്ചോണ്ടിരിക്കരുത്. കാര്യം എന്താ വെച്ചാൽ ഇവരുടെ സ്വഭാവം ദൈവത്തിനറിയാം. കാര്യം വെച്ചോണ്ടിരുന്നാൽ പിന്നെ അവരുടെ പെൺപിള്ളാരെ ഇവരുടെ പിള്ളേർ കെട്ടും, ഒടുവിൽ പിന്നെ ആകപ്പാടെ ഒരു മിശ്രിതമായി പോകും. അതുകൊണ്ട് അവരെ ഉന്മൂലമാക്കാനായിട്ട് പറഞ്ഞു. എന്നാൽ നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ആരെയും ഉന്മൂലമാക്കിയില്ല. എക്സെപ്റ്റ് നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, യഹോവ യഹൂദയോട് കൂടെ ഉണ്ടായിരുന്നു, അവർ മലനാട് കൈവശമാക്കി, എന്നാൽ താഴ്വരയിലെ നിവാസികൾക്ക് ഇരുമ്പുരഥങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവരെ നീക്കിക്കളവാൻ കഴിഞ്ഞില്ല എന്നാണ് കാണുന്നത്. നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. 20-ാമത്തെ വാക്യത്തിൽ മോശ കൽപ്പിച്ചതുപോലെ അവർ കാലേബിന് ഹെബ്രോൻ കൊടുത്തു. അവൻ അവിടെ നിന്ന് അനാക്കിൻ്റെ 3 പുത്രന്മാരെയും നീക്കിക്കളഞ്ഞു. ബെന്യാമിൻ്റെ മക്കൾ 21-ാമത്തെ വാക്യത്തിൽ യെരൂശലേമിൽ നിന്ന് യെബൂസിയരെ നീക്കിക്കളഞ്ഞില്ല. നീക്കിക്കളയാൻ കർത്താവ് പറഞ്ഞതാ. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ അവർ പറഞ്ഞു, അവിടെ ഇരുന്നോട്ടെന്നേ, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പ്രയോജനപ്പെടും. നോ, ഞാൻ പറഞ്ഞ ശാരീരികമായി ഭൗമികമായി അവരെ നീക്കിക്കളയുന്ന കാര്യമല്ല. നമ്മൾ അവരോട് വേർപാട് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. വേർപാട് നഷ്ടപ്പെടുത്തരുത്. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേർപാട് നഷ്ടപ്പെടുത്തരുത്. ഇനി ഒത്തിരി കാര്യങ്ങൾ മുന്നോട്ട് പറയുമ്പോഴത്തേക്ക് പറയാനുണ്ട്. യഹൂദയും ഇസ്രായേലും തമ്മിൽ വേർപിരിയുന്നതായ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ഓരോ അധ്യായം വായിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, യഹൂദയും ഇസ്രായേലും, അതായത് വടക്കേ രാജ്യവും തെക്കേ രാജ്യവും തമ്മിൽ വ്യത്യസ്തരാകുന്നു. ശലോമോൻ്റെ മരണത്തിന് ശേഷം രഹബയാമും യെരോബയാമും 2 രാജ്യങ്ങളുടെ രാജാക്കന്മാരാകുന്നുണ്ട്. എന്നാൽ അതിലും ദൈവം പറയുന്നുണ്ട്, യഹൂദയോട് പറയുന്നുണ്ട്, നിങ്ങൾ അവരെ പോലെ ആകരുത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം പലപ്പോഴും വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ദിനവൃത്താന്ത പുസ്തകത്തിലാണ് അത് എല്ലാം കാണുന്നത്. അതിലേക്ക് ഞാൻ ഒത്തിരി കടക്കുന്നില്ല. എങ്കിലും യഹൂദ ദൈവ ശബ്ദം കേൾക്കുന്നവരും അതിൻ്റെ
11-ാമത്തെ അധ്യായത്തിൽ 2 ദിനവൃത്താന്തം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. രഹബയാം യെരൂശലേമിൽ വന്ന ശേഷം ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് രാജ്യത്വം രഹബയാമിന് വീണ്ടുകൊള്ളേണ്ടതിന് യഹൂദയുടെയും ബെന്യാമിൻ്റെയും ഗ്രഹത്തിൽ നിന്ന് ശ്രേഷ്ഠ യോദ്ധാക്കളായ 1,80,000 പേരെ ചേർത്തു. എന്നാൽ ദൈവപുരുഷനായ ശെമയ്യാവ് യഹോവയുടെ അരുളപ്പാട് അവനുണ്ടായി, ശലോമോൻ്റെ മകനായി യഹൂദ രാജാവായ രഹബയാമിനോടും യഹൂദിയയിലും ബെന്യാമീനിലുമുള്ള എല്ലാ ഇസ്രായേലിനോടും പറയുക, നിങ്ങൾ പുറപ്പെടരുത്, നിങ്ങളുടെ സഹോദരന്മാരോട് യുദ്ധം ചെയ്യരുത്, ഓരോരുത്തരും താന്താൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ. ഈ കാര്യം എൻ്റെ ഹിതത്താൽ സംഭവിച്ചിരിക്കുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മളെന്താ അവിടെ സംഭവിക്കുന്നതെന്നറിയാമോ? രഹബയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവ ശബ്ദം കേട്ടിട്ട് അവരോട് യുദ്ധം ചെയ്യുന്നത് വേണ്ടെന്ന് വെച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ഈ കാര്യം എൻ്റെ ഹിതത്താൽ സംഭവിച്ചിരിക്കുന്ന പ്രകാരം യഹോവ അരുളി ചെയ്യുന്നു. അവർ യഹോവയുടെ അരുളപ്പാട് അനുസരിക്കുകയും യൊരോബെയാമിൻ്റെ നേരെ ചെല്ലാതെ മടങ്ങിപ്പോകുകയും ചെയ്തു. കുറേ കാലത്തേക്ക് നമ്മൾ കാണുന്നത്, പിന്നീട് വ്യത്യാസം ഉണ്ടായെങ്കിലും യഹൂദയും ഇസ്രായേലും തമ്മിൽ വ്യത്യസ്തരായിരുന്നു. അതിൽ പലപ്പോഴും ദൈവം തന്നെ പറയുന്നുണ്ട്, ഓരോ അധ്യായങ്ങളിലും നമ്മൾ കാണുമ്പോൾ ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ വടക്കേ രാജ്യത്തിലെ രാജാക്കന്മാർ അല്ലെങ്കിൽ യഹൂദ രാജ്യത്തോട് പറയുന്നു, നിങ്ങൾ ഇസ്രായേല്യരെ പോലെ ആകരുത്. അപ്പോൾ വേർപാട് വേണ്ടത്, ഒന്ന്, നമ്മൾ മിസ്രൈമ്യരെ പോലെ ആകരുത്, നമ്മൾ കനാന്യരെ പോലെ ആകരുത്, ഇനി ദൈവത്തെ നിഷേധിച്ചു പോകുന്ന ഒരു ഇസ്രായേൽ രാജ്യത്തെ പോലെ യഹൂദ ആകരുത്. ദൈവമക്കളുടെ ഇടയിൽ തന്നെ ചിലപ്പോൾ നമുക്ക് വേർപാട് വേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതായ കാര്യം. എപ്പോഴെങ്കിലും സമയമനുസരിച്ച്, കാര്യം ഇതൊരു വലിയൊരു സബ്ജക്റ്റാണ്, അത് ഞാൻ ഇപ്പോൾ ഇതിനോട് ചേർന്നെടുക്കാനായിട്ട് നമുക്ക് സമയമില്ല. അപ്പോൾ നാം മിസ്രൈമിനോട് വേർപെടണം, കനാന്യരോട് വേർപെടണം. എന്നാൽ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ട ജനം, അവർ പിന്മാറി ദൈവത്തെ ഉപേക്ഷിച്ചാൽ അവരിൽ നിന്നും നമ്മൾ വേർപെടണം. ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലായല്ലോ. വിജാതീയരായ മിസ്രൈമ്യരോടും വിജാതീയരായ കനാന്യരോടും മാത്രമല്ല, ദൈവത്തെ വിശ്വസിച്ചിറങ്ങിയ, ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ട ജനം പിന്മാറി ദൈവത്തെ ഉപേക്ഷിച്ചു പോയാൽ അവരോടും നമ്മൾ വേർപെടണം. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യഹൂദൈ അല്ലെങ്കിൽ ശലോമോന് ശേഷമുള്ള കാര്യത്തിലേക്കൊന്നും പോകണ്ട. പഴയ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ, ഇവിടെ പുറപ്പാട് പുസ്തകത്തിൻ്റെ 32-ാം അധ്യായത്തിൽ മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയ ചരിത്രം നമുക്കറിയാം. പർവ്വതത്തിലേക്ക് കയറിപ്പോയി അവൻ വരാൻ അല്പം താമസിക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ അവിടെ കാണുന്നത്? ഇസ്രായേൽ മക്കൾ എല്ലാവരും കൂടെ, നമ്മൾ 32-ാമത്തെ അധ്യായത്തിൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നത് ജനം കണ്ടപ്പോൾ ജനം അഹരോൻ്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിനൊരു ദൈവത്തെ ഉണ്ടാക്കി തരിക, ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ഈ പുരുഷനായ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ. നോക്കിക്കേ, ആരായി പറയുന്നത്? ചോരത്തള്ളി ആചരിച്ചവരായി ഇവരെല്ലാവരും. പെസഹ കഴിച്ചവരാണ്, ചെങ്കടൽ കടന്നവരാണ്, ചെങ്കടൽ കടന്നു വന്നവരായ ജനം. അപ്പോൾ ഇവരെല്ലാം ദൈവ വചനപ്രകാരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം അംഗീകരിച്ചവരാണ്, ദൈവത്തെ സ്വീകരിച്ചവരാണ്. എല്ലാ രീതിയിലും അങ്ങനെ വന്നതായ ഈ ജനം, ആ ജനം മോശ വരാൻ ഇച്ചിരി താമസിച്ചെന്ന് പറഞ്ഞാൽ അഹരോനോട് ചെന്നിട്ട് പറയാം, ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന മോശയ്ക്ക് എന്തോ ഭവിച്ചെന്ന് ഞങ്ങൾ അറിയുന്നില്ല. നോക്ക്, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, ഞങ്ങൾക്ക് മുമ്പിൽ നടക്കേണ്ടതിന് ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഈ മോശയുടെ കൂടെ ഇത്രയും നടന്ന അഹരോന് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവൻ പറയുന്നതെന്നറിയാമോ? ഓക്കെ, എന്നാൽ പിന്നെ ഒരു ദൈവത്തെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്കുകൾ എല്ലാം പറിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരും. അതെല്ലാം കൂടെ കൊണ്ടുവന്നു അതിനെ ഒരു കൊത്തുള്ളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. ആരുണ്ടാക്കി? അഹരോൻ. എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത, ഇപ്പോഴും വായിക്കുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടം വരുന്നൊരു കാര്യമാണിത്. അഹരോനോട് ദൈവം നേരിട്ട് സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ്, ദൈവ ശബ്ദം കേട്ടിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് ഒരാളെയും ഒരു പരിധിക്കപ്പുറത്ത് വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ പിശാച് കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ തെറ്റിക്കുവാനെന്നാണ് എഴുതിയിരിക്കുന്നത്. വിശുദ്ധന്മാരെ പോലും തെറ്റിക്കുവാൻ പിശാച് വഴികളെ ഒരുക്കുമെന്നുള്ളത് മറന്നു പോകരുത്. അഹരോൻ ഒരു പക്ഷേ ചില പേടിച്ചൊക്കെ ആയിരിക്കും ചെയ്തത്. ശരിക്കും ഈ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കാനൊന്നും
അഹരോന് ചിലപ്പോൾ ആഗ്രഹമൊന്നും ഉണ്ടായിട്ടായിരിക്കത്തില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ജനങ്ങളുടെ കൂടെ നിൽക്കുന്നു. ഒരു നേതാവ് തെറ്റുന്നതിൻ്റെ പ്രധാന കാരണം അവൻ ജനങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ്. ജനങ്ങൾ പറയുന്നത് കേട്ട്, ജനങ്ങളുടെ ഇഷ്ടപ്രകാരം അല്ല, അങ്ങനെ അല്ല. ദൈവം പറയുന്നത് കേട്ട് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, ജനങ്ങൾ മുഴുവൻ എതിര് നിന്നാലും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അവർ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അതാണ് നമ്മൾ കാണുന്നത്. മോശയോട് കർത്താവ് പറഞ്ഞു, എടാ ഞാനിപ്പോൾ എഴുതി തന്നതിനകത്ത് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. അവരാദ്യത്തെ നിയമം തന്നെ തെറ്റിച്ചു. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, അതും തെറ്റിച്ചു. എന്തുവാ, കൽപ്പന അങ്ങ് ചെന്നില്ല, അതിനു മുമ്പേ കൽപ്പനയ്ക്കകത്തേതെല്ലാം ഇവന്മാർ തെറ്റിച്ചു കളഞ്ഞു. ഇത്രയൊക്കെ ഉള്ളൂ ഈ പൊതുജനമെന്ന് പറയുന്നത്. പൊതുജനം പലപ്പോഴും അവരെ യഥാർത്ഥ വഴിയിൽ നയിച്ചില്ലെങ്കിൽ, ഞാനതുകൊണ്ട് എപ്പോഴും പറയുന്നത്, അതുകൊണ്ടാണ് നമുക്ക് അതുപോലെയുള്ള ലീഡേഴ്സിനെ വേണമെന്ന് പറയാൻ കാര്യം. വി നീഡ് ലീഡേഴ്സ്. ചിലർ പറയുന്ന ലീഡേഴ്സ് വേണ്ടെന്നാ. അങ്ങനല്ല. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന ലീഡർഷിപ്പ് നമുക്കുണ്ടാകണം. മോസസ് വാസ് എ ലീഡർ. അഹരോൻ ജനങ്ങളുടെ കൂടെ നിന്നു, മോശ ദൈവത്തോടു കൂടെ നിന്നു. ദൈവത്തോടു കൂടെ നിൽക്കുന്ന ലീഡർഷിപ്പ് നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് നീ ഇറങ്ങിച്ചെല്ലാനായിട്ട് മോശയോട് ദൈവം പറയുകയാണ്, മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കും. ദൈവത്തിന് അങ്ങ് ദേഷ്യം വന്നിട്ട് പറയുക, നിന്റെ ജനം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജനമെന്നാണ് ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തോ ചെയ്യുമെന്ന് പറ. അങ്ങനെ അവൻ താഴെ വന്ന് കർത്താവ് പറയുകയാണ്, അതിന് മുമ്പേ തന്നെ കർത്താവ് പറയുകയാണ്, ഈ ജനം ദുശാഠ്യമുള്ള ജനമെന്ന് ഞാൻ കണ്ടു, അതുകൊണ്ട് എൻ്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. മോശ പറഞ്ഞില്ല, എന്നാൽ പിന്നെ അവർ പോട്ടെ, നീ എന്നെ ഒരു വലിയ ജാതിയാക്കാൻ പറഞ്ഞില്ല. അതാണ് ലീഡറിൻ്റെ പ്രത്യേകത, യഥാർത്ഥ ലീഡർ. അവൻ പറഞ്ഞു, കർത്താവേ അങ്ങനെ പറയരുതേ, യഹോവേ നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രൈം ദേശത്ത് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി. അപ്പം അതിനകത്തെ വ്യത്യാസം കണ്ടോ? അവിടെ കർത്താവ് പറയുന്നത് എന്താണ്? കർത്താവ് പറയുന്നത് 7-ാമത്തെ വാക്യത്തിൽ, നീ ഇറങ്ങിച്ചെല്ലുക, നീ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം. കർത്താവ് പറഞ്ഞു, ഇതിനൊക്കെ നീയല്ലേ ഇട കൊണ്ടുവന്നതെന്ന്. മോശ പറയാം, അല്ല, ഇവർ നിന്റെ ജനം, അത് മറന്നു പോകരുത്, അവർ തെറ്റ് ചെയ്തു. പക്ഷേ കർത്താവിനോട് മോശ പറയാണ്, യഹോവേ നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കരുത്, പ്ലീസ്. അങ്ങനെ അവൻ ദൈവത്തിനും ഈ ജനത്തിനും മധ്യത്തിൽ നിന്ന് ഇൻ്റർസീഡ് ചെയ്തതുകൊണ്ട് ദൈവം പറഞ്ഞു, ഈ ജനത്തിന് ഞാൻ, അപ്പോൾ യഹോവ തൻ്റെ ജനത്തിന് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ചു. പിന്നെ അവൻ താഴെ ഇറങ്ങി വന്നപ്പോൾ അവിടെ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു. അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ പർവ്വതത്തിൻ്റെ അടിവാരത്ത് വെച്ച് പൊട്ടിച്ചു കളഞ്ഞു. അവർ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ അവൻ എടുത്ത തീയിലിട്ട് ചുട്ട് അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു. ദേഷ്യം വന്ന ആ തീഷ്ണത, ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. അഹരോനോട് ചോദിച്ചു, നീ എന്തായി കാണിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ പറഞ്ഞു, ഇതാ സംഭവിച്ചതെന്ന് പറഞ്ഞു. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം.
ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. അവനീതലത്തിൽ അപമാനം നമുക്ക് അവകാശമെന്നോർത്തിടണം. അവനീതലത്തിൽ അപമാനം നമുക്ക് അവകാശമെന്നോർത്തിടണം. അവനായി കഷ്ടത ഏൽക്കുകിൽ തേജസ്സിൽ അനന്തയുഗം വാണിടുന്ന. അവനായി കഷ്ടത ഏൽക്കുകിൽ തേജസ്സിൽ അനന്തയുഗം വാണിടുന്ന. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. നിരനിരയായി അണിനിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ. നിരനിരയായി അണിനിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ. ജയ 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 കാഹളമൂതിടുവിൻ ജയവീരനമേശുവിത്. ജയ 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 കാഹളമൂതിടുവിൻ ജയവീരനമേശുവിത്. യഹോവാ ദൈവമാം വിശുദ്ധ